രണ്ടാഴ്ചയിൽ ഒരു HP ഗ്യാസ് കുറ്റിയെ എൻ്റെ കടയിൽ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഉച്ചയൂണില്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ ഞങ്ങൾ കുക്കറിൽ കഞ്ഞി വയ്ക്കും. അങ്ങനെ ഇന്നത്തെ കഞ്ഞി അവിടെ നിന്ന് കഴിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്താണെന്നറിയോ, കുറച്ച് ആർഭാടമായിട്ട് തന്നെ കഴിക്കും. ചെറുപയർ കഞ്ഞിയാണ് ഞങ്ങൾ എപ്പോഴും വെക്കാറുള്ളത്, കാരണം ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. എന്നാൽ പിന്നെ തുടങ്ങല്ലേ, ആദ്യം തന്നെ അതിലോട്ട് കുറച്ച് മീനച്ചാറ്, അത് കഴിഞ്ഞ് നമ്മുടെ 74 വയസ്സായ ജോസട്ട എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചാമ്പങ്ങ അത് വിട്ടു. ഇത് എൻ്റെ അച്ഛൻ വെച്ച മീൻകറിയാണ്. അച്ഛൻ്റെ ടേസ്റ്റ് തെക്കോട്ടാണ്, എൻ്റെ ടേസ്റ്റ് വടക്കോട്ടാണ്. എന്നാലും ഇരിക്കട്ടെ, കഞ്ഞിയല്ലേ. അത് കഴിഞ്ഞ് നല്ല നല്ല പിഞ്ചു മാങ്ങ ഉപ്പിലിട്ടത്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള പൊരിച്ചത്, ബിരിയാണിക്ക് ബാക്കിയതാണ് ഞാൻ എടുത്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കഞ്ഞിയിലെ മെയിൻ ഐറ്റം തൈര്, അത് കഴിഞ്ഞ് അച്ഛൻ വറുത്ത് വെച്ച കട്ടള മീൻ, അത് കഴിഞ്ഞ് ഭംഗിക്ക് എരിവിന് ഒരു മുളക്, വറുത്ത മുളക്, അത് കഴിഞ്ഞ് ഒരു ചെറിയ ഉള്ളി, അത് കഴിഞ്ഞ് 2 പച്ചമുളക്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്സിങ് നന്നായിരിക്കണം, എന്നാലേ കഞ്ഞിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നന്നായി കുഴച്ച് തൈര് പോരാ, കുറച്ച് തൈര് ഒഴിക്ക് ചേച്ചി പറഞ്ഞു. ചേച്ചി കൈക്കൂടെ ഒഴിച്ചു കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടിന് ഏറ്റവും അടിപൊളി തൈര് ഒഴിച്ച് കഞ്ഞിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈസയും കുറവാണ്, പുറത്ത് പോയി കഴിക്കണമെങ്കിൽ. എല്ലാം കടന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോട്ടിലൊരുത്ത് നിന്ന് വെള്ളം ഇറക്കണം. പ്രായം ചെറുതായതുകൊണ്ട് മോൻ കഞ്ഞി കുടിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞ് അവനേക്കാൾ മൂത്തതായിട്ടില്ല എൻ്റെ ചേച്ചിയുടെ മൂത്ത കൊച്ചിനെ എടുത്ത് മടി വെച്ച് അവൾക്കും കൊടുത്തൊരു വായ. ഇവളും അവൻ്റെ അടുത്ത് നിന്ന് വെള്ളം ഇറക്കുമായിരുന്നു. എൻ്റെ വയറ് വീർക്കണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്നതാ. ക്യാപ്പിലൊരു പച്ചമുളക് കൊടുക്കാൻ നോക്കി, പക്ഷേ ചീറ്റിപ്പോയി. കുറെ ഇങ്ങോട്ട് വാരി കഴിച്ച് ഇതേപോലെ വെള്ളം മോന്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആഹാ. എന്നാൽ പിന്നെ കട്ട്ല മീൻ നമുക്ക് അങ്ങോട്ട് കാലിയാക്കിയാലോ. 2-3-5 പീസ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് അവൾക്കും കൊടുത്ത് വെള്ളം കുടിക്കാൻ. മൊത്തത്തിൽ അടിപൊളി കഞ്ഞി. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.